KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ ഭീതി വിതച്ച് ഫൈലിൻ ചുഴലിക്കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. കനത്ത കാറ്റിലും മഴയിലും പെട്ട് 7 പേർ മരിച്ചു. ബോംബ് സമസ്തക്ക് താക്കീതായി 10,000ങ്ങളുടെ പ്രതിഷേധം. പാറാട് ബോംബ് സ്ഫോടനം മുസ്ലിം സംഘടനകൾ നിലപാട് വ്യക്തമാക്കണം. SSF ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണം. SJM SMA. വിശുദ്ധിയുടെ നിറവിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് നാളെ തുടക്കം. സുന്നത്തായ ഹജ്ജ് കുറക്കാൻ ആഹ്വാനം. മർഹൂം കൂരിയാട് തേന് മുസ്ലിയാരാണ്ടു നേർച്ചയ്ക്ക് നാളെ സമാപനം. SSF സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന RSC ലീഡേഴ്സ് മീറ്റ് നാളെ കോഴിക്കോട്. IG ടോമിൻ തച്ചങ്കരിയെ IPSൽ നിന്ന് പിരിച്ചുവിടണമെന്ന് DGPയുടെ ശുപാർശ. കോഴിക്കോട് മോണോ റെയിൽ നിർമ്മാണം ഫെബ്രുവരിയിൽ തുടങ്ങുമെന്ന് E ശ്രീധരൻ. സോളാർ വിവാദം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും സെക്രട്ടേറിയറ്റിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. വാർത്തകൾ വിശദമായി. ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ ഭീതി വിതച്ച് ഫൈലിൻ ചുഴലിക്കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ് ഒഡീഷയിൽ 7 പേർ മരിച്ചു. ഫൈലിൻ ചുഴലിക്ക് മുന്നോടിയായി തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചത് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചുവെന്നാണ് റിപ്പോർട്ട്. ഫൈലിൻ ചുഴലിക്കാറ്റ് ഇന്ന് വൈകുന്നേരം 7 മണിയോടെ ആന്ധ്രയിലെ ശ്രീകാകുളത്ത് എത്തിയെന്ന് അമേരിക്കൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് സ്ഥിരീകരിച്ചത്. ചുഴലിക്കാറ്റ് ഒഡീഷയിലെ ഗോപാൽപൂരിൽ ഉടൻ ആഞ്ഞടിക്കുമെന്നാണ് റിപ്പോർട്ട്. തീരത്തേക്ക് അടുത്തപ്പോൾ ചുഴലിക്കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 220 കിലോമീറ്റർ ആയിരുന്നു. ചുഴലിക്കാറ്റിന്റെ തീവ്രത 6 മണിക്കൂർ നീണ്ടുനിൽക്കുമെന്നാണ് പ്രാഥമിക നിഗമനം. കൊടും ചുഴലി അഥവാ സൂപ്പർ സൈക്ലോൺ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഫൈലിൻ ചുഴലിക്കാറ്റ്. ദുരന്തം നേരിടാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ അറിയിച്ചു. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഒഡീഷ തീരപ്രദേശങ്ങളിൽ കനത്ത മഴയും ശക്തമായ കാറ്റും തുടരുകയാണ്. വിവിധ ഇടങ്ങളിലായി 7 പേർ മരിച്ചു. ഭുവനേശ്വരിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർ മരിച്ചു. ശ്രീകാകുളത്ത് 20 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. 20 വീടുകൾ പൂർണ്ണമായും 30 വീടുകൾ ഭാഗികമായും തകർന്നു. ഗോപാൽപൂർ, പുരി, ഗഞ്ചം, ഗോർദ, പാരദ്വീപ്, ചന്ദ്ബലി, വിജയനഗരം, വിശാഖപട്ടണം, കിഴക്ക് പടിഞ്ഞാറ് ഗോദാവരി ജില്ലകൾ എന്നിവിടങ്ങളിൽ കാറ്റ് കനത്ത പ്രഹരമേൽപ്പിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. ഏറ്റവും അപകടകരമെന്ന് സൂചിപ്പിക്കുന്ന 10ാം നമ്പർ അപായ സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ചുഴലിക്കാറ്റിന്റെ വേഗത 315 കിലോമീറ്റർ വരെയാകുമെന്ന് അമേരിക്കൻ നാവികസേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. IG ടോമിൻ തച്ചങ്കരിയെ IPSൽ നിന്ന് പിരിച്ചുവിടുന്നത് പരിഗണിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ. ഇക്കാര്യം തീരുമാനിക്കാനുള്ള ഉന്നതതല സമിതി ഉടൻ വിളിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം DGP ചീഫ് സെക്രട്ടറിക്ക് കത്തു നൽകി. ഈ ശുപാർശ അവഗണിച്ചാണ് തച്ചങ്കരിക്കു വേണ്ടി സർക്കാർ പുതിയ ഉത്തരവിറക്കിയത്. അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥർ ഗുരുതരമായ ക്രമക്കേടുകളിൽപ്പെട്ടാൽ 50 വയസ്സെത്തുമ്പോൾ സേവനകാലം വിലയിരുത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ചട്ടമുണ്ട്. ഇതുപ്രകാരമാണ് IG തച്ചങ്കരിയുടെ സേവനം അവസാനിപ്പിക്കാമെന്ന DGPയുടെ ശുപാർശ. ഇതിനായി ചട്ടം പ്രകാരം മറ്റൊരു സംസ്ഥാനത്തെ DGPയെയും ഉൾപ്പെടുത്തി കമ്മിറ്റി വിളിച്ചു ചേർക്കണം. ഇതിന് നടപടി സ്വീകരിക്കണം എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി KS ബാലസുബ്രഹ്മണ്യം ചീഫ് സെക്രട്ടറിക്ക് 1 മാസം മുമ്പ് കത്തു നൽകിയത്. സർവീസിലുടനീളം നടത്തിയ നിയമലംഘനങ്ങളുടെ നീണ്ട പട്ടിക തച്ചങ്കരിയുടെ പേരിലുണ്ട്. ASP ആയി തുടങ്ങിയ കാലത്ത് ആലപ്പുഴയിലുണ്ടായ കസ്റ്റഡി മർദ്ദനം മുതൽ അടുത്ത കാലത്തെ ചട്ടം ലംഘിച്ചുള്ള വിദേശയാത്രയും പറവൂർ പെൺവാണിഭ കേസ് പ്രതി മണികണ്ഠന്റെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയും വരെ 18 കാര്യങ്ങൾ തച്ചങ്കരിക്കെതിരെ DGP അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്.
സിവിൽ സർവീസിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ ഇത്ര കടുത്ത നടപടിക്കുള്ള ശുപാർശ കേരളത്തിൽ നിന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഈ നടപടി അവഗണിച്ചാണ് ടോമിൻ തച്ചങ്കരിക്കെതിരെ കൂടുതൽ നടപടി വേണ്ടെന്നും ഉദ്യോഗക്കയറ്റം നൽകാമെന്നും തീരുമാനിച്ച് സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫൈലിൻ ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയുണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും സെക്രട്ടേറിയറ്റിലെയും CCTV ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുത്ത് പരിശോധിക്കാൻ ഉത്തരവിടണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. സരിതയ്ക്കൊപ്പം 2012 ജൂലൈ 9 മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന ശ്രീധരൻ നായരുടെ വാദം സത്യമല്ല. മുഖ്യമന്ത്രിയുടെ പ്രേരണയാലാണ് ശ്രീധരൻ നായർ സരിതാ നായരുമായി സോളാർ ഇടപാട് നടത്തിയെന്നതിന് തെളിവില്ലെന്നും ഉത്തരവിൽ പറയുന്നു. 3 കാര്യങ്ങളാണ് പ്രധാനമായും ജോയ് കൈതാരത്ത് സമർപ്പിച്ച ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദിന്റെ ഉത്തരവിലുള്ളത്. 1. ഏത് തരത്തിൽ അന്വേഷിക്കണമെന്ന്, എന്തൊക്കെ പിടിച്ചെടുക്കണമെന്ന്, എന്തൊക്കെ പരിശോധിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. ഹൈക്കോടതിക്ക് അന്വേഷണത്തിൽ ഇടപെടാനാവില്ല. ആവശ്യമെന്ന് തോന്നിയാൽ മജിസ്ട്രേറ്റിന് ഇടപെടാവുന്നതാണ്. 2. സരിതയ്ക്കൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് ശ്രീധരൻ നായർ പറയുന്ന 2012 ജൂലൈ 9 എന്ന തീയതിയിൽ അവ്യക്തതയുണ്ട്. ലഭ്യമായ രേഖകളിൽ നിന്ന് 2012 ജൂൺ 22 മുമ്പ് ചെക്കുകൾ നൽകുകയും കരാറിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജൂലൈ 9 കൂടിക്കാഴ്ച നടന്നുവെന്ന വാദം ശരിയല്ല. അത് അന്വേഷിക്കേണ്ടതുമില്ല. 3. സരിതാ നായരുമായി ഇടപാട് നടത്താൻ മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിച്ചുവെന്ന നിഗമനത്തിലെത്താൻ പര്യാപ്തമായ രേഖകളോ തെളിവുകളോ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടില്ല. ഇനി മുഖ്യമന്ത്രി ഇടപാടിനെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്ന് വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ പോലും മുഖ്യമന്ത്രിക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്നും പറയാനാവില്ല. ആയതിനാൽ CCTV ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കുകളും സെർവറും പിടിച്ചെടുത്ത് പരിശോധിക്കണമെന്ന് ഉത്തരവിടാനാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിക്കളയുകയാണ്. 2012 ജൂലൈ 9 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചർച്ചകളുടെ സാങ്കത്യം തന്നെ അപ്രസക്തമാക്കുന്ന പരാമർശങ്ങളാണ് ഹൈക്കോടതി വിധിയിലുള്ളത്. കൂടിക്കാഴ്ച കൊണ്ട് മാത്രം മുഖ്യമന്ത്രി കുറ്റക്കാരനാവില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. കോഴിക്കോട് മോണോ റെയിൽ നിർമ്മാണം ഫെബ്രുവരിയിൽ തുടങ്ങാൻ കഴിയുമെന്ന് മോണോ റെയിൽ കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡിലെ സാങ്കേതിക വിദഗ്ധൻ ഇ ശ്രീധരൻ പറഞ്ഞു. പദ്ധതിയുടെ സ്ഥലമെടുപ്പിനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് മുതൽ മാനാഞ്ചിറ വരെയാണ് ആദ്യഘട്ടത്തിലെ നിർമ്മാണം. 2ാം ഘട്ടം മാനാഞ്ചിറ മുതൽ മീഞ്ചന്ത വരെയുമാണ്. 2000 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവെന്നും ശ്രീധരൻ പറഞ്ഞു. മുസ്ലിംകൾക്കിടയിലെ സാക്ഷരത മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടിയതായി ന്യൂനപക്ഷ മന്ത്രി കെ റഹ്മാൻ ഖാൻ പറഞ്ഞു. 1999-2000 വർഷങ്ങളിൽ 52.1% 63.5%, 2007-2008 വർഷങ്ങളിൽ 69.8% ഗ്രാമങ്ങളിൽ വർദ്ധിച്ചു. നഗരങ്ങളിൽ ഇത് 75.1%. കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക ബോർഡിന്റെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹജ്ജ് വിശേഷങ്ങൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ഈ വർഷത്തെ ഹജ്ജിന് നാളെ തുടക്കം കുറിക്കാനിരിക്കെ ദുൽഹജ്ജിലെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്നലെ ജുമുഅ നിസ്കാരത്തിന് വിശ്വാസി ലക്ഷങ്ങൾ മസ്ജിദുൽ ഹറാമിൽ ഭക്തി സാഗരം തീർത്തു. ദുൽഹജ്ജ് 8ആയ നാളെ മിനായിലേക്കുള്ള തീർത്ഥാടക പ്രയാണത്തോടെയാണ് വിശുദ്ധ തീർത്ഥാടനത്തിന് തുടക്കമാവുന്നത്. നാളെ ളുഹുർ നിസ്കാരത്തിന് മുമ്പ് ദശലക്ഷക്കണക്കിന് ആളുകൾ മിനായിലെത്തേണ്ടതിനാൽ വിവിധ മുത്തവ്വിഫുമാർ ഇന്ന് രാത്രിയോടെ തീർത്ഥാടകരെ മിനായിലേക്ക് നയിച്ചു തുടങ്ങി. ഹജ്ജിന് തൊട്ടുമുമ്പുള്ള ജുമുഅക്ക് മസ്ജിദുൽ ഹറാമിൽ സ്ഥലം പിടിക്കാൻ ഹറമിന്റെ പ്രാന്തങ്ങളിൽ നിന്നും മക്കയുടെ വിവിധ ദിക്കുകളിൽ നിന്നും ഹാജിമാരും സന്ദർശകരും അതിരാവിലെ മുതൽ ഒഴുകി തുടങ്ങിയിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ മസ്ജിദുൽ ഹറാമിനകം നിറഞ്ഞതോടെ നിസ്കാരത്തിനുള്ള അണികൾ ചുറ്റുമുറ്റങ്ങളിലേക്കും 4 പാടുമുള്ള വഴികളിലേക്കും നീണ്ടു. ഹറം നിറഞ്ഞു കവിഞ്ഞതിനാൽ ഇനിയും ആളുകൾ വരേണ്ടതില്ലെന്നും തൊട്ടടുത്ത പള്ളിയിൽ ജുമുഅ നിസ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് മൊബൈൽ നെറ്റ്വർക്കുകൾ വഴി അധികൃതർ വ്യാപകമായി SMS സന്ദേശമയച്ചു.
ഹറമിലേക്കുള്ള ബസ് സർവീസ് അവസാനിച്ചതിനാൽ അസീസിയയിൽ മഹത്തുൽ ബങ്ക് ഭാഗത്ത് താമസിക്കുന്ന മലയാളി തീർത്ഥാടകർക്ക് ഹറമിലെത്താൻ കഴിഞ്ഞില്ല. തീർത്ഥാടകരുടെ സുരക്ഷിതത്വത്തിനും സുഗമമായ ഹജ്ജിനും പഴുതടച്ച സംവിധാനമൊരുക്കിയ സൗദി സുരക്ഷാ സേന, സിവിൽ ഡിഫൻസ്, പുതുതായി രൂപം കൊടുത്ത ഹജ്ജ് ഉംറ പ്രത്യേക സേന എന്നിവയ്ക്ക് സജ്ജീകരണങ്ങളുടെ മികവ് പരിശോധിക്കാനുള്ള അവസരം കൂടിയായിരുന്നു ഇന്നലെ. ഹറം ഇമാം ഡോക്ടർ ഷെയ്ഖ് സ്വാലിഹ് ബിൻ മുഹമ്മദ് ആലു ത്വാലിബ് ജുമുഅക്ക് നേതൃത്വം നൽകി. മാറുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി ഹജ്ജിന്റെ ചടങ്ങുകൾ തീർത്ഥാടക സൗഹൃദപരമാക്കി തീർക്കുന്നതിന് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി 38ാമത് അന്താരാഷ്ട്ര ഹജ്ജ് ഫോറം മക്കയിൽ സമാപിച്ചു. ഒരാൾ തനിക്കുവേണ്ടി നിർബന്ധ ബാധ്യതയ്ക്കു ശേഷം നിർവഹിക്കുന്നതോ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയവർക്ക് വേണ്ടി നിർവഹിക്കുന്നതോ ആയ സുന്നത്തായ ഹജ്ജ് നിയന്ത്രിക്കാനും കഴിയുന്നത്ര കുറയ്ക്കാനും സമ്മേളനം ആഹ്വാനം ചെയ്തു. തീർത്ഥാടകരുടെ എണ്ണം കൂടിവരുന്നതിനാൽ നിർബന്ധ ബാധ്യത നിർവഹിക്കാനെത്തുന്ന സഹോദരങ്ങൾക്ക് അവസരം ഒഴിഞ്ഞുകൊടുക്കാൻ ശ്രമിക്കണമെന്ന് സമ്മേളനാന്ത്യത്തിൽ പുറത്തിറക്കിയ നയരേഖയിൽ വ്യക്തമാക്കി. ഹറം വികസന പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹജ്ജിന് ഏർപ്പെടുത്തിയ പ്രത്യേക നിയന്ത്രണങ്ങളുടെയും ഹാജിമാരുടെ അനുഷ്ഠാനക്രമങ്ങൾ സുഗമവും സമാധാനപരവുമാക്കുന്ന രീതികളുടെയും ഇസ്ലാമികമാനം പരിശോധിക്കാനും പ്രമാണങ്ങളുടെ പിൻബലത്തിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും വിളിച്ചു ചേർത്ത 3 ദിവസത്തെ ലോക പണ്ഡിത സമ്മേളനം സാർത്ഥകമായിരുന്നുവെന്ന് സമ്മേളന ചീഫ് ഓർഗനൈസർ ഡോക്ടർ ഹിഷാം ബിൻ അബ്ദുള്ള അൽ അബ്ബാസ് പറഞ്ഞു. ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ ദുബായ് RTA സേവനങ്ങളുടെ സമയം പുനഃക്രമീകരിച്ചു. മെട്രോ ഉൾപ്പെടെയുള്ള സർവീസുകൾ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. RTAയുടെ എല്ലാ സേവന കേന്ദ്രങ്ങൾക്കും മറ്റന്നാൾ മുതൽ 18 വരെ അവധിയായിരിക്കും. ഫിഷ് മാർക്കറ്റ്, പാർക്കിങ്ങിനായുള്ള കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിലൊഴികെയുള്ള സ്ഥലങ്ങളിൽ അവധി ദിവസങ്ങളിൽ സൗജന്യമായി പാർക്ക് ചെയ്യാം. മെട്രോ സ്റ്റേഷനുകൾ നേരത്തെ തുറക്കുകയും ട്രെയിനുകൾ രാത്രി വൈകിയും സർവീസ് നടത്തുകയും ചെയ്യുമെന്ന് കസ്റ്റമേഴ്സ് സർവീസ് സെന്റേഴ്സ് ഡയറക്ടർ അഹമ്മദ് മഹ്മൂബ് പറഞ്ഞു. നാളെ മുതൽ തിങ്കളാഴ്ച വരെ രാവിലെ 5:30 മുതൽ രാത്രി 12 വരെ മെട്രോ പ്രവർത്തിക്കും. 15, 16, 17, 19 തീയതികളിൽ രാവിലെ 5:30 മുതൽ പിറ്റേന്ന് പുലർച്ചെ 3 വരെയും 18-ന് രാവിലെ 10 മുതൽ പുലർച്ചെ 3 വരെ സർവീസ് ഉണ്ടായിരിക്കും. സാധാരണ വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1-നാണ് സർവീസ് തുടങ്ങുക. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി ഹൃത്തിൽ മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ സംഗമിതാ സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല, പ്രതിരോധത്തിൻ ശൈലങ്ങൾ തടയിട്ടു. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ബോംബ് നിർമ്മാണമടക്കമുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിഘടിത ഗുണ്ടായിസത്തിന് താക്കീതായി 10,000ങ്ങളുടെ പ്രതിഷേധം. സുന്നി നേതാക്കൾക്കും പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ വിഘടിത വിഭാഗം നടത്തുന്ന വ്യാപകമായ അക്രമങ്ങളും ബോംബ് നിർമ്മാണമടക്കമുള്ള ഭീകരപ്രവർത്തനങ്ങളും സംസ്ഥാന തലത്തിലുള്ള വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമായതിനാൽ അതിന്റെ പിന്നിലെ ശക്തിയെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും കുറ്റവാളികളെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ട് SYS SSF പ്രവർത്തകർ സംസ്ഥാനമൊട്ടുക്കും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. പാറാട്ടെ ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സമസ്തയുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘത്തെ തിരിച്ചറിയണമെന്നും ഈ ഭീകരാക്രമണത്തിന് മൗനസമ്മതം നൽകുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്നും പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി.
ബാബറി മസ്ജിദ് തകർത്തതിന്റെ മറ്റൊരു മാതൃകയിൽ പള്ളി തകർക്കാൻ രംഗത്തെത്തിയവർക്കും ഇവർക്ക് സംരക്ഷണം നൽകുന്നവർക്കും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ, സോണുകളിലും ഡിവിഷൻ കേന്ദ്രങ്ങളിലുമാണ് പ്രകടനങ്ങൾ നടന്നത്. കണ്ണൂർ പാറാടിൽ സുന്നികൾക്കെതിരെ ഉപയോഗിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ SKSS പ്രവർത്തകരാണെന്ന് വ്യക്തമായിരിക്കെ ഇക്കാര്യത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകളും ബുദ്ധിജീവികളും നിലപാട് വ്യക്തമാക്കണമെന്ന് SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. സമാധാനവും ശാന്തിയും മുഖമുദ്രയാക്കിയാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പ്രവർത്തിച്ചു വന്നത്. കേരളീയ മുസ്ലിങ്ങളുടെ പൈതൃകത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്നതാണ് വിമത വിഭാഗം സമസ്തയുടെ നിലപാടുകളെന്ന് സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടി. തുടരെയുള്ള അക്രമ സംഭവങ്ങളിലൂടെ കേരളത്തിലെ മതാന്തരീക്ഷത്തെ കലുഷിതമാക്കാനാണ് വിഘടിത ശ്രമം. ഓണപ്പറമ്പിലെ പള്ളിക്ക് നേരെയുള്ള കയ്യേറ്റവും എളങ്കൂരിലെ കൊലപാതകവും വിഘടിതരുടെ ഫാസിസ്റ്റ് മനോഭാവത്തിന് തെളിവാണ്. ജനാധിപത്യ രാജ്യത്ത് ഒരു മന്ത്രിയുടെ കൈവെട്ടുമെന്നുള്ള വിഘടിത നേതാവിന്റെ പരസ്യപ്രസ്താവനയും ഇതോട് ചേർത്ത് വായിക്കണം. അക്രമവും തീവ്രവാദവും പതിവാക്കിയ വിഘടിതരെ സംരക്ഷിക്കാനുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമം കേരളത്തിന്റെ മതേതരത്വ പൈതൃകത്തോടുള്ള അവഹേളനമാണ്. അത്തരം ശ്രമങ്ങൾക്ക് പാർട്ടികൾ വലിയ വില നൽകേണ്ടി വരും. സുന്നി സംഘടനകൾക്കെതിരെ പൊതുവേദിയുണ്ടാക്കി പ്രസ്താവന നടത്തുന്ന മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണം. സ്ഥാനത്തും അസ്ഥാനത്തും അഭിപ്രായങ്ങൾ പറയുന്ന ബുദ്ധിജീവികളുടെ മൗനം ദുരൂഹമാണ്. കേരള മുസ്ലിങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തിനേറ്റ കളങ്കമാണ് പാറാട് സംഭവമെന്നും SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. തീവ്രവാദ നശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ ഇസ്ലാമിന്റെയും സമസ്തയുടെയും പേര് ദുരുപയോഗം ചെയ്യരുതെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് V. അബ്ദുൽ ജലീൽ സഖാഫി അധ്യക്ഷത വഹിച്ചു. NM സ്വാദിഖ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. VPM ഇസ്ഹാഖ്, NB അബ്ദുറസാഖ് സഖാഫി, മുഹമ്മദ് ഫാറൂഖ് നൈമി, M. അബ്ദുൽ മജീദ് തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. കണ്ണൂർ ജില്ലയിലെ പാറാട് ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനം സംബന്ധിച്ച് കേന്ദ്ര ഏജൻസിയെക്കൊണ്ട് സമഗ്ര അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ SJM സംസ്ഥാന നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സമാധാനവും സൗഹൃദവും പഠിപ്പിക്കേണ്ട മതസംഘടനകൾ അക്രമത്തിന്റെയും ഭീകരതയുടെയും വഴിയിൽ സഞ്ചരിച്ച് പ്രതിയോഗികളെ വകവരുത്താൻ ബോംബ് നിർമ്മാണമടക്കം തെറ്റായ വഴികൾ സ്വീകരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. സുന്നി യുവജന സംഘവും SSFും ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടികളിൽ ആത്മനിയന്ത്രണത്തോടെ മഹല്ല്, സ്ഥാപന ഭാരവാഹികളും മദ്രസ മുഅല്ലിംകളും പങ്കാളികളാവണമെന്നും നേതാക്കൾ ആഹ്വാനം ചെയ്തു. SSF സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന റിസാല സ്റ്റഡി സർക്കിൾ RC ഭാരവാഹികൾക്കും തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്കുമുള്ള പരിശീലന ശില്പശാല നാളെ രാവിലെ 10 മണി മുതൽ സ്റ്റുഡൻസ് സെന്ററിൽ നടക്കും. സൗദി, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഗൾഫ് രാജ്യങ്ങളിലെ സംഘടനാ ശാക്തീകരണം, RCയുടെ ജനകീയവൽക്കരണം, വിവിധ സാമൂഹിക വിദ്യാഭ്യാസ സേവന പദ്ധതികളുടെ ഏകോപനം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടക്കും. ഇഫക്റ്റീവ് ലീഡർഷിപ്പ്, പബ്ലിക് റിലേഷൻസ്, സംഘാടനം, ആദർശം, ഫേസ് ടു ഫേസ് എന്നീ സെഷനുകൾക്ക് V. അബ്ദുൽ ജലീൽ സഖാഫി, S. ഷറഫുദ്ദീൻ, A. ജാഫർ, K. അബ്ദുൽ കലാം, P. A. ഫാറൂഖ് നൈമി എന്നിവർ നേതൃത്വം നൽകും. RSC നാഷണൽ ഘടകങ്ങളുടെ നേതാക്കൾ സംബന്ധിക്കും. ഇതു സംബന്ധമായി ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം V. അബ്ദുൽ ജലീൽ സഖാഫിയുടെ അധ്യക്ഷതയിൽ K. അബ്ദുൽ കലാം ഉദ്ഘാടനം ചെയ്തു. VPM ഇസ്ഹാഖ്, NB അബ്ദുറസാഖ് സഖാഫി, PA മുഹമ്മദ് ഫാറൂഖ് നൈമി, അബ്ദുറഷീദ് സഖാഫി കുറ്റ്യാടി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. 2014 ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ നടക്കുന്ന കാസർകോട് ജാമിയ സദിയ അറബിയ 44ാം വാർഷിക സന്നദ്ധദാന സമ്മേളനത്തിന് 5001 അംഗ സ്വാഗത സംഘം പ്രഖ്യാപിച്ചു. ജനറൽ സെക്രട്ടറി സയ്യിദ് KS ആറ്റക്കോയത്തങ്ങൾ കുമ്പോലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രഖ്യാപന കൺവെൻഷൻ സമസ്ത കേന്ദ്ര മുശാവറ അംഗം M. ആലിക്കുഞ്ഞി മുസ്ലിയാർ ഷിറിയ ഉദ്ഘാടനം ചെയ്തു. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ കൺട്രോൾ ബോർഡ് ചെയർമാനും സയ്യിദ് KS ആറ്റക്കോയത്തങ്ങൾ കുമ്പോൾ, സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ മാട്ടൂൽ, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, KP ഹംസ മുസ്ലിയാർ ചിത്താരി, AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയവർ മെമ്പർമാരുമാണ്.
RSC സാഹിത്യോത്സവ് 2013 തുടക്കമായി. ഒക്ടോബർ 10 മുതൽ നവംബർ 30 വരെ കാലയളവിലാണ് സാഹിത്യോത്സവുകൾ നടക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ ഗൾഫ് നാടുകളിലെ ശ്രദ്ധേയവും തനിമയുമാർന്ന മലയാളി കലാസാഹിത്യമേളയായ സാഹിത്യോത്സവിനെ പ്രവാസഭൂമികയുടെ പൊതു സാംസ്കാരിക സംഗമങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ പരിഷ്കാരങ്ങളും ഒരുക്കങ്ങളുമായാണ് ഇത്തവണ സാഹിത്യോത്സവ് അരങ്ങിലെത്തുന്നത്. UAE, സൗദി, ഒമാൻ, കുവൈത്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ ദേശീയ സാഹിത്യോത്സവങ്ങൾക്കു മുമ്പായി 550 യൂണിറ്റുകളിലും 51 സെക്ടറുകളിലും 41 സോണുകളിലുമായി മത്സരങ്ങൾ നടക്കും. 1 മുതൽ 4 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രൈമറി വിഭാഗത്തിലും 5 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജൂനിയർ വിഭാഗത്തിലും 9 മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സെക്കൻഡറി വിഭാഗത്തിലും 16 വയസ്സ് മുതൽ 30 വയസ്സുവരെ പ്രായമുള്ളവർ സീനിയർ വിഭാഗത്തിലുമായി 38 വ്യക്തിഗത ഇനങ്ങളിൽ മത്സരിക്കുമ്പോൾ 7 ഗ്രൂപ്പിനങ്ങളിലായി ജൂനിയർ, സെക്കൻഡറി, സീനിയർ മത്സരാർത്ഥികൾ ഒരുമിച്ച് ജനറൽ എന്ന വിഭാഗത്തിലും മാറ്റുരക്കും. ഗൾഫിലെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന സോൺ സാഹിത്യോത്സവുകൾ അതീവ പ്രാധാന്യത്തോടെയാണ് സംഘടന നോക്കിക്കാണുന്നത്. സാഹിത്യോത്സവ പ്രചാരണാർത്ഥം ജനകീയ സാംസ്കാരിക സംഗമങ്ങളടക്കം വിവിധ പരിപാടികൾക്കും ഇത്തവണ രൂപം നൽകിയിട്ടുണ്ട്. മർഹൂം കൂരിയാട് തേന് മുസ്ലിയാർ 45ാമത് ആണ്ട് നേർച്ച നാളെ സമാപിക്കും. ഈ മാസം 9 തുടക്കം കുറിച്ച പരിപാടിയിൽ പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. പ്രശസ്ത പണ്ഡിതരും സൂഫിവര്യരുമായിരുന്ന തേന് മുസ്ലിയാർ 20ാം നൂറ്റാണ്ടിലെ പ്രബോധനവേദിയിൽ നിറഞ്ഞുനിന്ന മഹാനാണ്. 9 ബുധനാഴ്ച രാവിലെ മുതൽ തുടക്കം കുറിച്ച പരിപാടിയിൽ ബദർ മൗലിദ്, പതാക ഉയർത്തൽ, മഖാം സിയാറത്ത്, ഷാദുലി റാത്തിബ് എന്നീ പരിപാടികൾക്ക് സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി, അലിക്കുഞ്ഞി ഫൈസി, അബ്ദുൽ ഖാദർ കിണാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. 10 വ്യാഴാഴ്ച നടന്ന പഠന ക്ലാസിന് മുഹമ്മദ് സ്വാദിഖ് ഹസനി കൈപ്രവും നേതൃത്വം നൽകി. 11 റഹ്മത്തുള്ള സഖാഫി എളമരവും ഇന്നലെ അബ്ദുൽ ലത്തീഫ് സൈദി പഴശ്ശിയും പ്രഭാഷണവേദിക്ക് നേതൃത്വം നൽകി. സമാപന ദിവസമായ നാളെ വനിതാ പഠനവേദിക്ക് അബ്ദുസലാം ബാക്കവി ചൊടിയാടും ഖത്മുൽ ഖുർആൻ സ്വലാത്ത് ദുആ മജ്ലിസിന് സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ എളങ്കൂരും നേതൃത്വം നൽകും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. SSF മലപ്പുറം ജില്ലാ ആർട്സ് ആൻഡ് സയൻസ് കോൺഫറൻസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നേരറിവിന്റെ വിപ്ലവ സഞ്ചാരത്തിന്റെ പ്രഖ്യാപനം മലപ്പുറത്ത് പ്രൗഢമായി നടന്നു. അറിവിനെ സമരായുധമാക്കുക എന്ന പ്രമേയത്തിൽ നവംബർ 2 പെരിന്തൽമണ്ണയിലാണ് കോൺഫറൻസ് നടക്കുന്നത്. ജില്ലയിലെ മുഴുവൻ ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസുകളിലും കോൺഫറൻസിന്റെ സന്ദേശവുമായി നേരറിവിന്റെ വിപ്ലവ സഞ്ചാരം എത്തും. ഒക്ടോബർ 28 മുതൽ നവംബർ 1 വരെയാണ് വിപ്ലവ സഞ്ചാരം നടക്കുക. മലയാളം യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നാരംഭിക്കുന്ന വിപ്ലവ സഞ്ചാരം അലിഗഡ് ഓഫ് ക്യാമ്പസിലാണ് സമാപിക്കുക. വിപ്ലവ സഞ്ചാരത്തോടനുബന്ധിച്ച് ക്യാമ്പസ് തലത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. വിപ്ലവ സഞ്ചാരത്തിന്റെ ക്രമീകരണങ്ങൾക്ക് ജില്ലയിൽ വിപുലമായ കോർഡിനേഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മലപ്പുറത്ത് നടന്ന കോൺഫറൻസ് വിളംബര കൺവെൻഷനിൽ സംസ്ഥാന ക്യാമ്പസ് സെക്രട്ടറി MA റഹീം പ്രഖ്യാപനം നടത്തി. ജില്ലാ പ്രസിഡന്റ് A ഷിഹാബുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. കൗതുക വാർത്ത. ഫേസ്ബുക്കിനെയും ഗൂഗിളിനെയും ഇനി ആരും കണ്ണടച്ച് വിശ്വസിക്കരുത്. സ്വകാര്യ വിവരങ്ങൾ ഇവ രണ്ടിലും പ്രസിദ്ധീകരിക്കുമ്പോൾ 100 വട്ടം ചിന്തിക്കുകയും വേണം. കാരണം നിങ്ങളുടെ വിവരങ്ങൾ വിറ്റ് കാശാക്കാൻ ഒരുങ്ങുകയാണ് സോഷ്യൽ മീഡിയ രംഗത്തെ 2 വൻ ബ്രാൻഡുകളും. ഫേസ്ബുക്കാണ് പ്രൊഫൈൽ വിറ്റുള്ള കച്ചവട താൽപര്യം ആദ്യം പുറത്തുവിട്ടത്. പ്രൈവസി സെറ്റിംഗ്സിൽ അപ്ഡേഷൻ വരുത്തിയാണ് ഫേസ്ബുക്ക് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. നമ്മുടെ അക്കൗണ്ടിൽ ഷെയർ ചെയ്ത പബ്ലിക് പോസ്റ്റുകൾ ഇനി ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാമെന്നതാണ് പുതിയ മാറ്റം. ഈ വിവരങ്ങൾ ഹൂ ക്യാൻ ലുക്ക് അപ്പ് യുവർ ടൈം ലൈൻ ബൈ നെയിം എന്ന ടൈം ലൈനിലെ പ്രധാനമായൊരു പ്രൈവസി സെറ്റിംഗ്സ് അവർ എടുത്തുകളയുകയാണ്. നിങ്ങൾ ഈ ഫീച്ചർ ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹോം പേജിൽ സെറ്റിംഗ് മാറിയതായി അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ നിന്ന് ഒരു അപ്ഡേഷൻ വരും. അതേസമയം നിങ്ങൾ സ്വകാര്യമായി ഷെയർ ചെയ്ത പോസ്റ്റുകൾ ഇത്തരത്തിൽ വരില്ല എന്ന് തൽക്കാലത്തേക്ക് ആശ്വസിക്കാം. ഫേസ്ബുക്കിന് പിന്നാലെയാണ് ഗൂഗിളും പ്രൈവസി സെറ്റിംഗ്സിൽ മാറ്റം വരുത്തിയത്. പക്ഷേ ഇത് ഫേസ്ബുക്കിനേക്കാൾ ഒരു മുഴം മുന്നോട്ടു പോവുകയും ചെയ്തു. ഗൂഗിൾ പ്ലസിലും മറ്റും നമ്മൾ നൽകുന്ന വിവരങ്ങൾ ഗൂഗിൾ ഇനി നോട്ട് ചെയ്യും. വല്ല വാണിജ്യ സ്ഥാപനത്തെയും കുറിച്ചാണ് അതെങ്കിൽ ഈ സ്ഥാപനത്തെ തിരയുന്നവർക്ക് മുന്നിൽ പരസ്യത്തിന്റെ രൂപത്തിൽ നിങ്ങളുടെ വിവരങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇത്തരത്തിൽ എന്തിനെക്കുറിച്ച് നിങ്ങൾ എഴുതിയാലും ഗൂഗിൾ അത് വിറ്റ് കാശാക്കുമെന്ന് ഉറപ്പ്. നവംബർ 11 മുതൽ മാറ്റം നിലവിൽ വരുമെന്നാണ് ഗൂഗിൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ ഭീതി വിതച്ച് ഫൈലിൻ ചുഴലിക്കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. കനത്ത കാറ്റിലും മഴയിലും പെട്ട് 7 പേർ മരിച്ചു.
ബോംബ് സമസ്തക്ക് താക്കീതായി 10,000ങ്ങളുടെ പ്രതിഷേധം. പാറാട് ബോംബ് സ്ഫോടനം മുസ്ലിം സംഘടനകൾ നിലപാട് വ്യക്തമാക്കണം. SSF ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണം. SJM SMA വിശുദ്ധിയുടെ നിറവിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് നാളെ തുടക്കം. സുന്നത്തായ ഹജ്ജ് കുറക്കാൻ ആഹ്വാനം. മർഹൂം കൂരിയാട് തേന് മുസ്ലിയാരാണ്ടു നേർച്ചയ്ക്ക് നാളെ സമാപനം. IG ടോമിൻ തച്ചങ്കരിയെ IPSൽ നിന്ന് പിരിച്ചുവിടണമെന്ന് DGPയുടെ ശുപാർശ. കോഴിക്കോട് മോണോ റെയിൽ നിർമ്മാണം ഫെബ്രുവരിയിൽ തുടങ്ങുമെന്ന് E. ശ്രീധരൻ. സോളാർ വിവാദം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും സെക്രട്ടേറിയറ്റിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ KMAC ന്യൂസ് ടൈം സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും KMAC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlineNews.com, www.sunniOnlineClass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.